യാമിനി, അവളെ നമ്മൾ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരും. അവളെ തിരികെ കൊണ്ടുവരുന്നോ? അതെങ്ങനെ തിരികെ കൊണ്ടുവരുമെന്ന് ഏട്ടൻ പറയുന്നേ? അതെങ്ങനെയാ, എപ്പോഴാ എന്നൊക്കെയുള്ളത് നീ എനിക്ക് വിട്ടേക്ക്. ഞാനും നീയും സരോജിനി അമ്മയും കൂടി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. അളിയച്ചാരെ ഇതൊന്നും അറിയിക്കാൻ പോണ്ട. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ ഇങ്ങോട്ട് വരണമെന്ന് അവളോട് ഞാൻ പറഞ്ഞിരുന്നു. അതൊക്കെ ഒരു ട്രാക്കിലായി എങ്ങനെ നടക്കുമെന്നാ? ഒക്കെ നടക്കും, നമ്മൾ നടത്തും. ദേ, ഞാൻ കുറച്ചു നേരത്തെ കിരണിനെ കണ്ടിരുന്നു. എന്നിട്ട്? കിരണിന് അപർണയോട് ഇപ്പോഴും ഒരു സ്നേഹമുണ്ട്. അതവൻ തുറന്നു പറയുകയും ചെയ്തു. ആ, അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നീ ഇതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കണ്ട. ഇനി ഒരു ചർച്ചയും വേണ്ട. നാളത്തെ വീട് കാണൽ ചടങ്ങ് നിശ്ചയിച്ചതുപോലെ നടക്കണം. ബാക്കിയൊക്കെ അവിടെ പോയിട്ട് തീരുമാനിക്കാം. അത് എല്ലാം നമുക്ക് അനുകൂലമായി തന്നെ വരും. ആ പാചകക്കാരുടെ വീട്ടിൽ നിന്നും നമ്മുടെ അപർണയെ നമ്മൾ മാറ്റിയിരിക്കും. നീ സമാധാനമായി പോയി കിടന്നുറങ്ങ്. അമ്മേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആഹാ, അമ്മ അതിനിടയ്ക്ക് ഇത്രയും തയ്യാറാക്കിയോ? അമ്മ എത്ര മണിക്ക് എണീറ്റേ? ഇന്നലെ ഉറങ്ങിയില്ലേ? ആ, ഇന്ന് മോളെ വീട്ടിൽ നിന്ന് എല്ലാരും വരികയല്ലേ, അപ്പൊ രാവിലത്തെ കാപ്പിയും ഉച്ചക്കത്തെ സദ്യയും എല്ലാം നേരത്തെ റെഡിയാക്കി വെക്കാന്ന് വിചാരിച്ചു. പണി തീർത്താ പിന്നെ എല്ലാരുമായിട്ട് സംസാരിച്ചിരിക്കാലോ. അമ്മ സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ അമ്മ എത്ര മണിക്ക് എണീറ്റത്? സമയൊന്നും നോക്കാറില്ല മോളെ. അമ്മ ഉണരും. ഉണർന്ന് കുളിച്ച് റെഡിയായി അടുക്കളയിൽ കയറും. അതാ എന്റെ ശീലം. എന്താ ഒരു ടേസ്റ്റ്! ആണോ? ആണോന്നോ? ഇനി അത് പ്രത്യേകിച്ച് പറയണോ? ഏതായാലും ഇന്ന് ജോലിക്ക് ഞാനും കൂടുക. ആഹാ, ഞാൻ എന്താ സഹായിക്കേണ്ടെന്ന് പറഞ്ഞോളൂ. രാവിലത്തെ കാപ്പിക്കുടിക്കുള്ളതൊക്കെ റെഡിയായി. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും സഹായിക്കാനില്ല. പിന്നെ ഒരു ചെറിയ സഹായം ചെയ്താ മതി. പറഞ്ഞോളൂ, എന്ത് സഹായത്തിനും റെഡിയായി. ദേ മരുമോള് നിൽക്കുന്നു. മരുമോൾ ഒരു കാര്യം ചെയ്. ഒരു മിനിറ്റ് കഴിയുമ്പോ ഈ തീ ഒന്ന് താത്തിയിട്ട് തിരിച്ചു പോയി സ്വസ്ഥമായിട്ടിരുന്നോളൂ. അമ്മ ചെന്ന് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് വന്നിട്ട് ചായ ഇട്ട് മോളുടെ റൂമിൽ കൊണ്ടുതരാം. പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ടോ? ഏത് പൈപ്പിൽ നിന്ന്? ഇവിടെ പൈപ്പിൽ വെള്ളം ഉണ്ടല്ലോ. പക്ഷേ ഇന്നില്ല മോളെ. ഇവിടെ ചില ദിവസങ്ങളില് വളരെ കുറച്ചേ വെള്ളം കിട്ടും. ചിലപ്പോ വെള്ളം അങ്ങ് നിൽക്കുകയും ചെയ്യും. പഴയ വാട്ടർ കണക്ഷൻ അല്ലേ. നമുക്ക് രാവിലെ ടാപ്പ് തുറക്കുമ്പോ തന്നെ സൂചന കിട്ടും. പൊട്ടലും ചീറ്റലും ഷൂന്നുള്ളൊരു ശബ്ദവും. ചിലപ്പോ കുറച്ചും കൂടി കഴിയുമ്പോ വെള്ളം നിന്നേക്കും. ഞാനപ്പൊ ചെന്ന് വെള്ളം എടുത്തിട്ട് ഇതാ വരുന്നു. വെള്ളം എടുക്കാൻ എവിടാ പോകുന്നേ? പുറത്തെ കോമൺ ടാപ്പിലാ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാരും അടന്നെടുക്കുക. ഞാൻ പോയിട്ട് എടുത്തോണ്ട് വരട്ടെ. അമ്മ അതിങ്ങി തന്നെ. അയ്യോ, എന്താ മോളെ? ഇന്നേ ഞാൻ ചെന്ന് എടുത്തിട്ട് വരാം. അയ്യോ, അതൊന്നും പറ്റൂല. ഞാൻ പോയി കൊണ്ടുവരും. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. അമ്മ മിണ്ടാതിന്നേ. ഇതേ എന്റെ ഒരു ആഗ്രഹം. ഒരു രസം. പ്ലീസ് അമ്മ, ഒരു ചാൻസ് താ. എന്നാലും മോളെ. അമ്മ, ഞാനൊരു രണ്ടുകൂടം വെള്ളം എടുത്തെന്ന് വെച്ച് ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ഞാൻ ദാ വരുന്നു, അമ്മ ഇവിടെ നിൽക്കുന്നു. മോളെ, ഈ കുട്ടീന്റെ ഒരു കാര്യം. അടുത്തത് ഞാനാണ്. ഓ, അടുത്തത് നീ തന്നെ വെച്ചോ.
ചെയ്തില്ലല്ലോ. ഇത്രയ്ക്ക് വിനയമൊന്നും വേണ്ട കേട്ടോ. അപ്പൊ നമ്മുടെ കോളനി ആകെ അങ്ങ് ഉഷാറാകാൻ പോവാ. ഉം. അപർണയെ നമുക്കേ വനിതാ വേദിയുടെ പ്രസിഡന്റ് ആക്കണം, സുധാമണി സെക്രട്ടറി. അപ്പൊ പ്രസിഡന്റേ ആദ്യം അങ്ങ് വെള്ളം എടുത്താട്ടെ. അല്ല, ആദ്യം മെമ്പേഴ്സ്, അത് കഴിഞ്ഞ് പ്രസിഡന്റ്. അതൊന്നും നോക്കണ്ട, ആദ്യം മോള് വെള്ളം എടുത്ത് പോകാൻ നോക്ക്. ആ, ഞാൻ തന്നെ എടുത്തു തരാം. അയ്യോ, ചന്ദമാമ ചന്ദ്രകാന്ത കൽപ്പടവിൽ വാ വാ. ആ ചേച്ചി നേരത്തെ വന്നോ? എന്റെ പൊന്നച്ചോ, ഞാനിതെന്താ സ്വപ്നം കാണുവാണോ? അല്ല, ഇത് നമ്മുടെ സുധാമണി ചേച്ചിയുടെ മരുമോളല്ലേ? അതെ, അപർണ. ഞാൻ സുഭാഷിണി. അയ്യോ, എന്നാലും ആ സുധാമണി ചേച്ചിക്ക് എങ്ങനെയാ കണ്ണിച്ചോര ഇല്ലാതെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ തോന്നുന്നേ? ഹോ, ആ പഴഞ്ചൊല്ല് എത്ര കറക്റ്റാ. മോൻ ചത്താലും കുഴപ്പമില്ല, മരുമോളുടെ കണ്ണീര് കണ്ടാ മതിന്ന്. അല്ലെങ്കിൽ പിന്നെ വീട്ടിലോട്ട് വന്നു കയറി ഈ മഹാലക്ഷ്മിയെ അടുത്ത ദിവസം തന്നെ കുടവും കൊടുത്ത് പൈപ്പിന്റെ മൂട്ടിലേക്ക് വിടേണ്ട കാര്യമുണ്ടോ? എന്റെ സുഭാഷിണി, നീ വിഷമിക്കാതെ. അപർണ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ വന്നതാ. ഓ, പുത്തനച്ചി പുരപ്പുറം തൂക്കൂന്നല്ലേ? ചേച്ചി ഇത് എന്തൊക്കെയാ പറയുന്നേ? ഇതൊക്കെ എന്ത്, സുഭാഷിണിയുടെ സുഭാഷിതങ്ങൾ കേൾക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ആ, എന്ത് സുഭാഷണം? ദേ കുഞ്ഞെ, ഞാൻ ഉള്ളത് പോലെ പറയും. അതെന്റെ ഒരു ശീലവാ. അതെ, ഈ സുഭാഷിണിക്ക് ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി സംസാരിക്കാനൊന്നും അറിയില്ല. ദേ, ഇപ്പൊ തന്നെ കുഞ്ഞു കൊടമായിട്ട് നിക്കുന്ന കണ്ടപ്പോഴേ എന്റെ നെഞ്ചൊന്ന് പെടഞ്ഞു. സത്യമാ. ചേച്ചി ആള് കൊള്ളാലോ. അയ്യോ, ദേ നോക്കിയേ, അസൽ മഹാലക്ഷ്മിയല്ലേ? ആ കണ്ണും ആ മൂക്കും. സുഭാഷിണി വെറുതെ പുകഴ്ത്തണ്ട. അപർണയ്ക്ക് എല്ലാവരെയും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഹൗ, എന്നാലും ആ സുധാമണി ചേച്ചിയുടെ ഒരു ലക്കേ. നല്ല കടത്തിലായിരുന്നില്ലേ ചേച്ചി? ഇനിയിപ്പൊ എന്തായാലും കാര്യങ്ങൾ നന്നായിട്ട് നടക്കുമല്ലോ. ആ സുഭാഷിണി, മതി, നിർത്ത്. അപർണ മോള് വെള്ളം എടുത്തോണ്ട് പോ. എടുത്തോ, നിങ്ങക്ക് വച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ, വെള്ളം കളയല്ലേ. ശോ, സുധാമണിക്ക് ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നേ, അത് പറഞ്ഞാ മതിയല്ലോ. നേരെ ഉച്ചയായി, ഇപ്പോഴാണോ ഈ പിള്ളേരൊക്കെ എഴുന്നേക്കുന്നേ? ഇതൊക്കെ എറണക്കേടാ. വീട്ടിലെ മൂദേവി കേറും. രണ്ടാളും നേരത്തെ എണീക്കും. അവധി ദിവസങ്ങളില് കുറച്ചൊന്ന് വൈകും, അതാ. അങ്കിൾ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങളെല്ലാരും 10 മണി കഴിഞ്ഞേ വരുമെന്ന് അപർണ പറഞ്ഞിരുന്നു. കുറച്ചൊന്ന് നേരത്തെ വരാമെന്ന് കരുതി. എന്തായാലും ഭക്ഷണം ഒരുക്കി കഴിഞ്ഞു. ഉച്ചയ്ക്ക് സദ്യക്കുള്ള പായസം വരെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പുമോൾ എവിടെ? അപർണ എവിടെ? അപ്പുമോള് ആഹാ, മമ്മി, പപ്പ, ചേച്ചി. അപർണേച്ചി ഇങ്ങതാ. എന്താ ഇത്? ഇവിടെ ചില ദിവസങ്ങളിലെ വീടുകളിൽ ഉച്ചവരെ വെള്ളം കിട്ടൂല. പുറത്തൊരു പൊതു ടാപ്പുണ്ട്, ആടെന്നായിരിക്കും അന്ന് എല്ലാരും വെള്ളം എടുക്കുന്നത്. ഇവിടെ വെള്ളം കോരാനാണോ ഞങ്ങളുടെ മോളെ ഇങ്ങോട്ട് അയച്ചത്? ഇവളുടെ കോലം കണ്ടില്ലേ? ഇന്നലെ ഇങ്ങോട്ട് അയച്ചപ്പോ എങ്ങനെയായിരുന്നു? ഇപ്പൊ നിക്കുന്നത് കണ്ടില്ലേ എന്റെ ഈശ്വര? യോ അപർണന്റെ അമ്മേ, ഞാൻ നിർബന്ധിച്ച് പറഞ്ഞതാ വെള്ളം ഞാൻ പോയി എടുക്കാന്ന്. അപർണ മോൾക്ക് പക്ഷെ ഒരേ നിർബന്ധം. അങ്ങനെ മോളെ ഇഷ്ടത്തിന് പോയതാ, അല്ലാണ്ട് ഞാൻ നിർബന്ധിച്ചതല്ല. സത്യം പറഞ്ഞ മമ്മി, എനിക്ക് ഈ പൈപ്പിൻ ചോട്ടി പോയി വെള്ളം എടുക്കുന്ന പരിപാടി അങ്ങ് ഇഷ്ടപ്പെട്ടു.
പലരുമായിട്ട് സംസാരിച്ചു, കുറെ പേരെ പരിചയപ്പെട്ടു, പ്രത്യേകതയുള്ള കഥാപാത്രങ്ങളെ കിട്ടി. സുധാമണിയെ സേവ് ചെയ്യാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ ആ, പറയുന്നത്? അല്ലല്ല, വിവാഹം ചെയ്ത് വന്ന് കയറിയില്ല, അതിനു മുമ്പ് തന്നെ അവളെ ബുദ്ധിമുട്ടിച്ചു തുടങ്ങിയല്ലേ? അയ്യോ മാഡം, എന്തെങ്ങനെയെല്ലാം പറയുന്നേ? അപർണനെ ഞാൻ ബുദ്ധിമുട്ടിച്ചു എന്നാ? എന്റെ മോളാ ഈ നിൽക്കുന്ന അപർണ. പഞ്ചാര വർത്താനം പറയാൻ ചെലവില്ലല്ലോ. ഓ, എന്നാലും എന്റെ മഹേഷേ, യാമിനി, പഠിത്തം ഉണ്ടായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിവില്ലാതെ പോയല്ലോ. എന്റെ അച്ഛമ്മേ, എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. നിനക്ക് ബുദ്ധിമുട്ടില്ലായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ നിന്നെ കാണുന്നത് പ്രയാസമാണ്. അങ്കിൾ, ആന്റി, ഇവിടെ എന്താ നടന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം. സ്വയം കഷ്ടപ്പെടാനല്ലാതെ മറ്റാരെയും കഷ്ടപ്പെടുത്താൻ എന്റെ അമ്മയ്ക്ക് അറിയില്ല. അപർണ പറഞ്ഞല്ലോ, അപർണ സ്വന്തമായിട്ട് പോയതാണെന്ന്. പിന്നെ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വീട്ടുജോലി ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ആണായാലും പെണ്ണായാലും വീട്ടിലുള്ളവർ വീട്ടുജോലി അറിഞ്ഞിരിക്കണം. എന്നാലേ ഇവളെ അയച്ചതേ വീട്ടു ജോലി ചെയ്യാനല്ല. ഇറ്റ്സ് ഓക്കെ മമ്മി. എന്തായാലും ഞാൻ ആഹാരം എടുക്കാം. മോളെ ബാലു, നിങ്ങൾ സംസാരിച്ചിരിക്കേ. അമ്മേ, ഞാനും വരാം. അമ്മ ഇപ്പൊ വരാം. നീ ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ, എന്താ മമ്മി? വാ പറയട്ടെ. എന്താ മമ്മി? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, നീ ഞങ്ങളോടൊപ്പം വരുന്നോ? നമുക്ക് വീട്ടിലേക്ക് പോവാം. ആ, ഞാനും ബാലും കൂടി 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ടല്ലോ. 2 ദിവസം കഴിഞ്ഞും 3 ദിവസം കഴിഞ്ഞും വരുന്ന കാര്യമൊന്നും അല്ല പറയുന്നത്. ഇപ്പോ ഈ നിമിഷം എന്നേക്കുമായിട്ട് ഞങ്ങളുടെ കൂടെ വരണം. സത്യം പറഞ്ഞ ഈ ഭൂമി പിളർന്നങ്ങ് താഴോട്ട് പോയാൽ എന്തെന്നാ ഞാൻ ആലോചിക്കുന്നേ. ഭൂമിയെ വെറുതെ കുറ്റം പറയണ്ട അച്ഛമ്മേ. മമ്മിയുടെ വിഷമത്തിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. മമ്മി, ഞാനായിട്ട് പറഞ്ഞതാ പൈപ്പിൽ നിന്ന് വെള്ളം പിടിക്കാന്ന്. നീ പറഞ്ഞാലും അവര് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. മമ്മി ഒന്ന് പതുക്കെ, അമ്മയും ബാലും ഒക്കെ കേക്കും. ആ കേൾക്കട്ടെ, അവര് കേൾക്കാനും കൂടെ തന്നെയാ ഞാൻ ഈ പറയുന്നത്. മമ്മി, വെറുതെ വിഷയം ഉണ്ടാക്കരുത്. അപർണെ, നീ നന്നായി ജീവിക്കണമെന്ന് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ബാലുവിനും ബാലുവിന്റെ വീട്ടുകാർക്കും വിഷമമാവുമെന്ന് കരുതിയ ഞാനൊന്നും പറയാത്തത്. ഇവിടെ നീ ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുന്നത് കാണുമ്പോ ഞങ്ങൾക്കാകെ വിഷമാവുക. ആ, സത്യം പറഞ്ഞാ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. രാത്രി BP കൂടി. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? മമ്മി, ഞാനിവിടെ ഹാപ്പിയാ. ഒരു ഹാപ്പിയും അല്ല. നിനക്കൊരബദ്ധം പറ്റി. നീ ബാലുവിനെ പ്രേമിച്ചു. നിന്റെ ഇഷ്ടത്തിൽ നടന്ന കല്യാണം ആയതുകൊണ്ട് നീ സന്തോഷം അഭിനയിക്കുന്നു. നിങ്ങൾ എല്ലാരും കൂടെ അപ്പുവിനെ എന്തിനാ ടെൻഷനാക്കുന്നേ? അവള് സന്തോഷായിട്ടല്ലേ കഴിയുന്ന ഇവിടെ. അത് രാവിലെ എഴുന്നേറ്റ് കൊടവും എടുത്ത് വെള്ളം കോരാൻ പോകുന്നതാണ് സന്തോഷം, അല്ലേ? ഹാ, മമ്മി. ആ അതെ അതെ, കാപ്പി കുടിക്കാം. മോളെ, നീ വിഷമിക്കരുത്. ഫുഡ് കഴിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞങ്ങള്. എന്നുവെച്ചാ ഞങ്ങൾ ആഹാരം കഴിക്കുന്നില്ല. അച്ഛമ്മ എന്തായി പറയുന്നേ? നീയും ബാലുവും സന്തോഷമായിട്ട് കഴിയുക എന്നുള്ളത് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ സുധാമണിയുടെ കൂടെ ഈ വീട്ടിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മമ്മി, ഞങ്ങൾ ഇവിടുന്ന് ആഹാരം കഴിക്കാത്തതില് നിനക്ക് വിഷമം തോന്നരുത്. നമ്മുടെ ഇഷ്ടക്കേട് ഏതെങ്കിലും രീതിയിൽ അവരെ അറിയണമല്ലോ. നമുക്ക് പോവാം. മമ്മി, മമ്മി ഒന്നും പറയണ്ട. വാമേ, വാ. ഒക്കെ റെഡിയാ, ഭക്ഷണം കഴിക്കാം. ആ അതെ, ഇപ്പോഴാ ഓർത്തത്. ഞങ്ങൾക്ക് ചെന്നിട്ട് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുക. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, രാവിലത്തെ കാപ്പിയും ഉച്ചക്കത്തെ സദ്യയും എല്ലാം ഞങ്ങൾ റെഡിയാക്കിയതാ. കഴിച്ചിട്ടേ പോകാവൂ. കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട് വരുന്നതാ. ഒന്നും കഴിക്കാണ്ട് പോവരുത്. ഞങ്ങൾക്ക് അത്യാവശ്യം ചിലരുടെ ആവശ്യമുണ്ട്, അതുകൊണ്ടാ. ആന്റി, ഭക്ഷണം കഴിച്ചിട്ട് പോവാം പ്ലീസ് ആന്റി. സത്യത്തിൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ട് മോളെ. പക്ഷേ ഇപ്പൊ തീരെ നിവൃത്തിയില്ല.
അധികം താമസിയാതെ ഇനിയൊരിക്കൽ വരാം. ആന്റി, അപർണ വെള്ളം എടുക്കാൻ പോയതിന്റെ ഇഷ്ടക്കേടാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട്. പറഞ്ഞത് മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ഇവിടെ ഒന്നും വേണ്ട. മോളെ, ഞങ്ങൾ വിളിക്കാം. മാമേ. പപ്പ, അപർണന്റെ അമ്മേ, ഒരു മിനിറ്റ്. എന്റെയോ കുട്ടികളുടെയോ ഭാഗത്തുനിന്ന് ഇഷ്ടക്കേടുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടായാല്, അല്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുക. അമ്മേ, വാമേ. അമ്മേ, ഞാൻ ഇപ്പൊ വരാം. മമ്മി, പപ്പ, നിങ്ങളിപ്പോ പോരുത് പ്ലീസ്. മമ്മി, ഞാൻ ഒന്ന് പറയട്ടെ. ബാലുവിന്റെ അമ്മ പറഞ്ഞതാ. ഞാനാ നിർബന്ധം പിടിച്ചത്. ഞാനാ പൈപ്പിൻ ചോട്ടിന്ന് വെള്ളം എടുക്കാന്ന് പറഞ്ഞത്. പാവം അമ്മ. അമ്മയോ? ഏതമ്മ? ഞാനാ നിന്റെ അമ്മ, നിന്റെ മമ്മി. മമ്മി പ്ലീസ്, രാവിലെ എണീറ്റ് സുധാന്റി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്ക. വന്ന് കഴിക്കും മമ്മി. മമ്മിയും പപ്പയൊന്നും കഴിക്കാതെ പോയാ എല്ലാവർക്കും ഇത് വിഷമാവും. മോളെ, ഞങ്ങൾ പിന്നീട് ഒരിക്കൽ വരാം. പപ്പ പ്ലീസ് പപ്പ. നമസ്കാരം. അപർണയുടെ അമ്മയും അച്ഛനും അല്ലേ? എനിക്കറിയാം. അതെ. അല്ല, നിങ്ങൾ അറിഞ്ഞോണ്ട് വിട്ടുപോയതാണോ അതോ അറിയാതെ വിട്ടതാണോ? എന്താ കാര്യം? മനസ്സിലായില്ല. അല്ല, സുധാമണിയുടെ വീട്ടിലോട്ട് മോളെ കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്നു. അതാ ചോദിച്ചത്, വിട്ടുപോയതാണോ? പിള്ള സാർ, വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്റെ മമ്മിയും പപ്പയൊന്നും വിഷമിപ്പിക്കരുത്. മമ്മി, ഇതൊന്നും കാര്യാക്കണ്ട. ഞാൻ ബാലുവിന്റെ വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയ സമയത്തും കുത്തുവാക്ക് പറഞ്ഞ ആളാ. അയ്യോ, അത് കുത്തുവാക്കല്ല മോളെ, സത്യവാക്ക. സത്യവാക്ക്. ഇവിടുത്തെ കാര്യങ്ങളെ ഈ കോളനിയുടെ ഉടമസ്ഥനായ എനിക്കാണോ ഇന്നലെ വന്നു കയറിയ ഈ മോൾക്കാണോ കൂടുതൽ അറിയാവുന്നത്? ഓ, ദേ, സുധാമണിയുടെ വീട്ടിലോട്ട് കല്യാണം കഴിച്ചയക്കുന്നതിനേക്കാൾ നല്ലത് കൊലയ്ക്ക് കൊടുക്കുന്നതായിരുന്നു. ഒരു നല്ല വീട്ടിലെ കുട്ടിയെ ഇതുപോലെ ഗതി പിടിക്കാത്ത ഒരു വീട്ടിലോട്ട് പറഞ്ഞയച്ച എന്റെ വിഷമം കൊണ്ട് ചോദിച്ചു പോയതാ. അയ്യോ വേണ്ട, ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ലേ. ദേ, ഇനി ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു എന്ന് അറിഞ്ഞാ മതി. അവള് വന്ന് വായി തോന്നിയതൊക്കെ എന്നെ വിളിച്ചു പറയാൻ. അയ്യോ, ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ലേ. എന്നാലും ചുറ്റുപാടുമുള്ളവരോടൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് മതിയായിരുന്നു ഈ കല്യാണം. ശരി. ഈശ്വര, എന്തൊക്കെയാ ഞാനീ കേൾക്കുന്നേ. മറ്റുള്ളവർ നന്നാകുന്ന കണ്ട സഹിക്കാൻ പാടില്ലാത്ത കുറെ എണ്ണ ഇപ്പോഴും ലോകത്ത് എല്ലായിടത്തും ഉണ്ട്.